അന്താരാഷ്ട്ര ലഹരി മാഫിയ സംഘത്തിലെ 2 പേർ പിടിയിൽ. 2 ടാൻസാനിയൻ പൗരന്മാരാണ് പിടിയിലായത്. വിവരങ്ങളുമായി റിയാസ് കെ മറിച്ചിരുന്നു. റിയാസ്, ഇവിടെ നിന്നാണ് ഇവരെ പിടിയിലാകുന്നത്? പഞ്ചാബ് ഒപ്പം ഹരിയാന സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്ന പഞ്ചാബിലെ പ്രദേശത്ത് വെച്ചാണ് 2 ടാൻസാനിയൻ പൗരന്മാരെ കുന്ദമംഗലം പോലീസ് പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP ഉമേഷിന്റെ പ്രത്യേക അന്വേഷണ സംഘവും ഇതിൽ ഏറെ നിർണായകമായ ഒരു പങ്ക് വഹിച്ചു എന്നുള്ളതാണ്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം MDMA കേസുമായി ബന്ധപ്പെട്ട് MDMA ഇവിടെ കുന്ദമംഗലം പോലീസ് ഈ വർഷം ആദ്യം പിടികൂടിയിരുന്നു. അതിൽ 227 ഗ്രാം MDMA ആയിരുന്നു പിടികൂടിയത്. അന്ന് ഈ കുന്ദമംഗലം SHO ആയിട്ടുള്ള കിരണും സംഘവും എല്ലാം തന്നെ മംഗളൂരും മൈസൂരും ബാംഗ്ലൂരും എല്ലാം പോയിക്കൊണ്ട് അവിടെ നടത്തിയ അന്വേഷണത്തിൽ മലയാളിയായ ഫാമിൽ അഹമ്മദ് എന്നയാളെ പിടികൂടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതിന്റെ തുടരന്വേഷണത്തിലാണ് 2 ടാൻസാനിയൻ പൗരന്മാരെ ഇന്ന് പഞ്ചാബിൽ വെച്ച് പിടികൂടാൻ കേരള പോലീസിന് സാധിച്ചിരിക്കുന്നത്. കേരള പോലീസിനെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു നേട്ടമാണ് ഇത്. പ്രത്യേകിച്ച് ഒരു MDMA ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലഹരി മരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ഒരു തുടരന്വേഷണം പോലീസ് നടത്താൻ തയ്യാറായി എന്നുള്ളത് പോലീസിന്റെ ആ ഒരു ഇടപെടലിനെ നമ്മൾ എടുത്ത് അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ 2 ടാൻസാനിയൻ പൗരന്മാരെയും ഇപ്പോൾ വ്യോമമാർഗം കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചിട്ടുണ്ട്. അവരിപ്പോൾ റോഡ് മാർഗം നേരെ കോഴിക്കോട് കുന്ദമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് അവരെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 മണിയോടുകൂടി അവരെ കുന്ദമംഗലം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമെന്നുള്ള വിവരമാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. അതിനുശേഷം കോഴിക്കോട് സിറ്റി DCP മാധ്യമങ്ങളെ കാണും. അതിലായിരിക്കും ഈ ടാൻസാനിയൻ പൗരന്മാരുടെ പേര് വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ. ഇവർക്ക് മറ്റ് ഈ അന്താരാഷ്ട്ര ലഹരി മാഫിയ സംഘത്തിൽപ്പെട്ട ഇവർക്ക് ഏതൊക്കെ തരത്തിൽ ഇന്ത്യയിലേക്ക് ലഹരി എത്തിക്കുന്നതിൽ നിർണായകമായ പങ്കുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ആ വാർത്താ സമ്മേളനത്തിലായിരിക്കും വിശദമാക്കുക. വൃന്ദ. റിയാസ്, ഒപ്പം തന്നെ ഈ കേരളത്തിലാകെ തന്നെ ലഹരി പിടിമുറുക്കിയ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ കുന്ദമംഗലം ഈ ഒരു കോഴിക്കോട് ഒന്നാകെ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ശക്തമായി തുടരുക തന്നെയാണോ? ഒപ്പം തന്നെ കൂടുതൽ ആളുകൾ ഇതിന് പിന്നിലുണ്ടോ എന്നതിലടക്കമുള്ള അന്വേഷണമാണല്ലേ പുരോഗമിക്കുന്നത്? മാഫിയയ്ക്ക് പഞ്ചാബിലെത്തിക്കൊണ്ട് കോഴിക്കോട് സിറ്റി പോലീസ് ഒരു പഞ്ചാബിലെത്തി പഞ്ച് കൊടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന രീതിയിലേക്ക് ആ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. ആ പോലീസിന്റെ ഇടപെടലിനെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ വേണം. കാരണം ഈ ലഹരി മാഫിയ വളരെ ശക്തമായി പിടിമുറുക്കിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടിലും ഒപ്പം കോഴിക്കോട് താമരശ്ശേരിയിലുമെല്ലാം ഈ കൊലപാതകങ്ങൾ നമ്മൾ കണ്ടതാണ്. ലഹരിയുടെ പിടിയിലമർന്ന യുവത്വം നടത്തിയ കൊലപാതകങ്ങൾ, ആ കൊലപാതകങ്ങൾ നാടിനെ നടക്കിയതാണ്. ലഹരി എത്രമാത്രം മാരകമാണ് എന്നുള്ളത് ഒരു ഘടകമാണ്. നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ പോലും ഒരുപക്ഷെ ലഹരിക്കടിമകളാണ് എന്ന് തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഒരു സമൂഹം നമ്മുടെ മുൻപിലുണ്ട്. ആ സമൂഹത്തിനിടയിലാണ് പോലീസ് ഇപ്പോൾ വളരെ ശക്തമാക്കിയിരിക്കുന്നു പരിശോധനയെല്ലാം തന്നെ. പോലീസും ഡൻസാഫും ചേർന്ന് വളരെ ശക്തമായ പരിശോധനാ സംവിധാനം ഉണ്ടാക്കുന്നു. രഹസ്യ വിവരം കിട്ടുന്നതെല്ലാം തന്നെ കൃത്യമായി പരിശോധിച്ച് പ്രതികളെ പിടികൂടുന്നു. അതിനിടയിൽ കൂടിയാണ് പ്രതികളെ പിടികൂടിയത് കൊണ്ട് മാത്രം അവിടെ തീരുന്നില്ല എന്ന് പോലീസ് വ്യക്തമാക്കുന്ന ഒരു ഇടപെടലാണ് കുന്ദമംഗലം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഒരു അന്വേഷണം തന്നെയാണ്, തുടരന്വേഷണം തന്നെയാണ്. അന്വേഷണം മാത്രമല്ല, തുടരന്വേഷണം. അത് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. ആ തുടരന്വേഷണത്തിലാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ലഹരി മാഫിയ സംഘത്തിലെ 2 പ്രധാനപ്പെട്ട കണ്ണികളെ 2 ടാൻസാനിയൻ പൗരന്മാരെ പിടികൂടാൻ പോലീസിന് സാധിച്ചു എന്നുള്ള കാര്യം നമുക്ക് പറയാൻ കഴിയുന്നത്. ശരി, റിയാസ് കെ മാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.